കാഴ്ചയായി തൊഴുതു നടന്നു. അഴകിനാൽ തണലിനാൽ തീൻ പഴങ്ങൾക്കാലൊരു 100 തൈകൾ നിറഞ്ഞു നടന്നു. ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി ന്യൂ ഇയർ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ പേര് തോംസൺ. എന്റെ പേര് റിൻസി. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണ് ടോംസ? മേക്കപ്പ്. ആരാ മേക്കപ്പ് ചെയ്യുന്നേ? ഞാൻ. ടോംസൺ ആണ് ഇന്ന് മേക്കപ്പ് ചെയ്യാൻ പോണത്. എന്നെ സുന്ദരിയാക്കാൻ പോവാണ് അല്ലേ? എന്നെ സുന്ദരിയാക്കോ അതോ? നമുക്ക് നോക്കാം ടോംസൺ സുന്ദരിയാക്കോ എന്നെയാണ് അല്ലേ? അപ്പൊ ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് ടോംസൺ എന്നെ സുന്ദരിയാക്കാൻ പോണത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അതിനു മുന്നേ ഇതാരാന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞനിയൻ. ഞങ്ങളുടെ കൂട്ടത്തിലെ ക്രേസി കസിൻസ്, ഞങ്ങൾ അങ്ങനെയാണ് പറയാറ്. ഞങ്ങളുടെ കസിൻസിന്റെ കൂട്ടത്തിലുള്ള ഏറ്റവും ചെറിയ ആളാണിത്. ചെറിയ കുട്ടി ബ്രദർ അല്ലേ? നല്ല കുറുമ്പനാണ്, നല്ല വികൃതിയാണ്, പിരിപിരിയാണ് മൊത്തം. പിരിപിരിയാണ് മൊത്തത്തില്. എവിടെ അടങ്ങിയിരിക്കില്ല അവൻ. സ്വന്തം തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഭയങ്കര പോക്കിരിയാണ് അവൻ. പക്ഷെ ക്യൂട്ടാണ്. ക്യൂട്ടെന്നൊക്കെ പറയുമ്പോ അവൻ ഇങ്ങനെ പൊങ്ങും. അപ്പൊ ഇവനാണ് ഇന്ന് എന്നെ സുന്ദരിയാക്കാൻ പോണത്. സുന്ദരിയാക്കോ അത് കുളമാക്കോ നമുക്ക് കാണാം. ഇപ്പം ഇവന്റെ 2 സിസ്റ്റേഴ്സ് ഉണ്ട്. ഒന്ന് മൂത്ത ചേച്ചിയുടെ പേരെന്താ? ഒന്ന് ഹന്ന. അപ്പം ഇവര് രണ്ടാളും പറയുന്നത് ഇവൻ നന്നായിട്ട് മേക്കപ്പ് ചെയ്യുന്നതാണ്. ഇവരെയൊക്കെ മേക്കപ്പ് ചെയ്ത് കൊടുക്കാറുണ്ടെന്നാണ്. അപ്പൊ നോക്കാം നമ്മള് ഇവൻ എങ്ങനെയാണ് എന്നെ മേക്കപ്പ് ചെയ്യുന്നതെന്ന്. എന്നിട്ട് നിങ്ങൾ പറയണം ഇവൻ നല്ലോണം ചെയ്യുന്നുണ്ടോ അതോ മേക്കപ്പ് ചെയ്യാൻ അറിയില്ലേന്നൊക്കെ നമുക്ക് നോക്കാം അല്ലേ? അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ആദ്യം എന്താ ടോം ചെയ്യാൻ പോണേ? അതിന്റെ പേര് വായിച്ചു കൊടുത്തേ. പോൺസിന്റെ മോയ്സ്ചറൈസർ അല്ലേ? ഞാൻ തുറന്നുതരാം. പോൺസിന്റെ മോയ്സ്ചറൈസർ ആണ് ഇടാൻ പോണത്. മതിയായോ? കൂട്ടട്ടെ. ഇപ്പം നമ്മള് മോയ്സ്ചറൈസർ ഇട്ടു. ഇനി എന്താ ചെയ്യണ്ടേ? ഞാൻ തുറന്നുതരാം. ചേച്ചി തുറന്നുതരാം. ഫൗണ്ടേഷൻ ആണ്. ഫൗണ്ടേഷൻ പറഞ്ഞു കൊടുത്തേ. എന്ത് ഫൗണ്ടേഷൻ ആണത്? മേക്കപ്പ് ആർട്ടിസ്റ്റ് പറഞ്ഞു കൊടുക്കണല്ലോ. എന്ത് വായിച്ചു കൊടുക്ക്. എന്റെ പേരെന്താ? ചേച്ചി ഇവിടെ ഒഴിച്ചു തരാം കേട്ടോ. മതിയില്ലേ? ദൈവമേ, ഞാൻ മുടി മാറ്റിത്തരാം. ടോംസന് മേക്കപ്പ് ഇടാൻ ഇഷ്ടാണോ? എടാ അത് വൈറ്റ് വാഷ് ഇല്ലടാ, പെയിന്റ് അടിക്കണ പോലെ. ബ്ലെൻഡ് ചെയ്യും. ബ്ലെൻഡ് പുറത്തിടണ്ടേ? നീ പെയിന്റ് പണിക്ക് പോവാറുണ്ടോ? പെയിന്റ് അടിക്കാൻ പോവാറുണ്ടോ? വൃത്തിയില് ചെയ്യണം കേട്ടോ. കഴിഞ്ഞോ? ഇനി അടുത്ത് എന്താ ചെയ്യാൻ പോണേ? അടുത്ത പറഞ്ഞോട്. ലിപ്സ്റ്റിക്. അത് എന്തിന്റെ ലിപ്സ്റ്റിക്കാ? ലിക്വിഡ് മാറ്റ്.
ലിപ്സ്റ്റിക് ഇടാൻ ഇഷ്ടമാണോ ടോമിന്? ഓ ടോംസിന്റെ ബർത്ത്ഡേ എപ്പോഴാ? ഡിസംബർ 7. അയ്യാ കൊല്ലിലോക്കരുത്. ഞാൻ ക്യാമറയിലേക്ക് നോക്കുന്നില്ല, ലാസ്റ്റ് മാത്രമേ ഞാൻ നോക്കുള്ളൂ. ഞാൻ ഇരിക്കുന്നു. കഴിഞ്ഞോ? ടോംസിന്റെ പപ്പന്റെ ബർത്ത്ഡേ അറിയോ? ഇല്ല. പപ്പന്റെ പേരെന്താ? ജോൺ കൊറിയ. മമ്മന്റെയോ? ഓ പതുക്കെ എടുക്ക്. അടുത്ത എന്താ ചെയ്യാൻ പോണേ? ഇതിനെന്താ പറയാ? കാണിച്ചു കൊടുത്തേ അതെന്താന്ന്. ഇതിനെന്താ പറയാ? ഐഷാഡോ. എന്താ അറിയാ? ഏത് കളർ എടുത്തെടുത്ത് കാണിച്ചു കൊടുത്തേ. ഇങ്ങനെ വേണമെങ്കിൽ ഇതിലേത് കളറാ? മിക്സാ. ഐഷാഡോ ഇടാൻ പോവാണേ. ടോംസിന് ഏത് സ്കൂളിലാ പഠിക്കുന്നേ? ഇപ്പൊ പുതിയതായിട്ട് JDT മാറിയില്ലേ? എത്രാം ക്ലാസ്സിലാ? 3ാം ക്ലാസ്. ഓ 3-ലെത്തിയോ? സ്കൂളിലെ ഫ്രണ്ട്സ് ഒക്കെ ആരാ? ഇഷാം, ഷാമിൽ, ജുവാൻ, പത്തി. ടോംസിന് കവിത അറിയില്ല, ഒന്ന് കവിത ചൊല്ലിക്കേ. ഏത് കവിത ചൊല്ലാൻ പോണേ? ഒരു തൈ നടാം. ഇത് ആരുടെ കവിതയാ? സുഗതകുമാരി. പഠിക്കും. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി. ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു, അഴകിനാൽ തണലിനാൽ തീൻ പഴങ്ങൾക്കാൽ ഒരു 100 തൈകൾ നിറഞ്ഞു നടുന്നു, അഴകിനാൽ തണലിനാൽ തീൻ പഴങ്ങൾക്കാൽ ഒരു 100 തൈകൾ നിറഞ്ഞു നടുന്നു. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ചുരിയും മുലപ്പാലിനോർമ്മയുമായി പകരം തരാൻ കൂപ്പ് കൈ മാത്രമായി, ചുരിയും മുലപ്പാലിനോർമ്മയുമായി പകരം തരാൻ കൂപ്പ് കൈ മാത്രമായി. ഇതു ദേവി ഭൂമി തൻ ചൂടൽപ്പം മാറ്റാൻ നിറ കണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ, ഇതു ദേവി ഭൂമി തൻ ചൂടൽപ്പം മാറ്റാൻ നിറ കണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ. താങ്ക് യു. ഇതെപ്പോഴാ പഠിച്ചേ? എപ്പോഴോ. സ്കൂളിൽ പാടിയോ? അപ്പൊ ഇനി ബാക്കി മേക്കപ്പ് തുടങ്ങിക്കോ. ഇനി എന്താ ചെയ്യാൻ പോണേ? അതെന്താ പറഞ്ഞു കൊടുത്തേ? മിസ് ക്ലെയർ. എന്താ സാധനം അത്? എന്താ ചെയ്യാൻ പോണേ? ഇത് കണ്ണില് തേക്കും. കണ്ണിലാണോ അത്? ഒന്നുകൂടെ വായിച്ചു നോക്കിയേ. മിസ് ക്ലെയർ. ശരിക്കും വായിച്ചു നോക്കിയ എന്റെ താഴെ. ഇതെന്താ വായിക്കുക? ഇതെന്താ വായിക്കുക? ഐബ്രോ പെൻസിൽ അല്ലേ അത്? അതെവിടെയാ തേക്കുക? കണ്ണിലാണോ? നിന്റെ ഐബ്രോ ഏതാ? അയ്യോ ദൈവമേ.
എന്നെ ഇപ്പൊ പിള്ളേച്ചനാക്കുന്ന തോന്നുന്നത്. സുന്ദരിയാക്കാന്ന് കേട്ടോ പറഞ്ഞേ. കഴിഞ്ഞോ? ഇത് കഴിഞ്ഞോ? കാജൽ. അപ്പൊ അടുത്തത് ടോം ചെയ്യാൻ പോണത് കാജൽ എഴുതാൻ പോവാണല്ലേ. ഇത് എവിടെ എഴുതുന്ന സാധന? ഇതിലാണോ? ആണോ? കണ്ണു കുത്തി പൊട്ടിക്കരുത്. അതൊക്കെ എഴുതണേ മുകളിൽ താഴെ എഴുതുന്നേ. ഇവിടെ കുറച്ച് ശബ്ദങ്ങളൊക്കെ ഉണ്ടാവും, അപ്പുറത്ത് പണി നടക്കാണ്. അപ്പൊ അതൊന്ന് ഇഗ്നോർ ചെയ്യാട്ടോ, വേറെ വഴിയില്ല. ഇവനെ കിട്ടുമ്പോഴേ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഇവരിപ്പം ഇപ്പൊ 2-3 ദിവസമായി ഇവിടെ വന്നിട്ട്, ക്രിസ്മസ് കഴിഞ്ഞ് പിറ്റേ ദിവസം വന്നതാ. അപ്പം ഞങ്ങൾക്ക് ഇപ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ ടോമേ? എന്റെ കണ്ണ് കഴിഞ്ഞോ? താജ്മഹൽ പണിയാണോ നീ എന്റെ കണ്ണില്? ടോമിന് എന്താണെന്ന് ആഗ്രഹം? പട്ടാളക്കാരൻ. പട്ടാളത്തിൽ പോയിട്ട് എന്താ ചെയ്യാൻ പോണേ? ആൾക്കാരുടെ ദുഷ്ടന്മാരനൊക്കെ കൊല്ലും. വെടിവെച്ച് കൊല്ലും. കൊള്ളക്കാരനൊക്കെ. തീർന്നോ? ഇതൊന്നും ഇട്ടില്ലല്ലോ. അതല്ല, അത് കഴിഞ്ഞു. കൂടി ഇടാണ്ട്. ഇനിയും ഇടാണ്ടോ? ബാക്കി വെച്ചത് എന്റെ മുഖം നിനക്കായിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എന്താ ചെയ്തു? അവന് ഇനിയും എന്നെ വൈറ്റ് വാഷ് ചെയ്യണം എന്നാണ് പറയുന്നത്. ചിറ്റമാർക്ക് ഇങ്ങനെ ചെയ്തു കൊടുക്കണം കേട്ടോ, ഇങ്ങനെ തന്നെ ചെയ്യണേ. കഴിഞ്ഞോ? ഇനി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. എനിക്ക് വീഡിയോ വന്ന് എനിക്ക് നല്ല അവര് കാണൂല. കുറച്ചിങ്ങോട്ട് നിന്ന് കണ്ണു കുത്തരുത്. എനിക്ക് കണ്ണ് ഇനിയും വേണ്ടതാ. എന്റെ തലയിലൊക്കെ ആക്കി. കഴിഞ്ഞ അടച്ചു. ഇനി എന്തെങ്കിലും ഉണ്ടോ ചെയ്യാൻ? ഇനിയൊരു പൊട്ട് പൊട്ടൊക്കെ കുത്തുന്നുണ്ട് അല്ലേ? ഇത് എന്ത് സ്റ്റൈലാ? ഫാഷൻ സ്റ്റൈൽ. ഓ, ഫാഷൻ സ്റ്റൈൽ. ഓക്കെ, റെഡി ആയോ? മേക്കപ്പ് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇഷ്ടായോ നിനക്ക് നീ ചെയ്ത മേക്കപ്പ്? ഇങ്ങോട്ട് നീ അങ്ങോട്ടാ പോണേ? ഇങ്ങോട്ട് നീങ്ങിരി. ഇഷ്ടായോ മേക്കപ്പ്? ഈ മേക്കപ്പിന് എത്ര മാർക്ക് തരും? 10-ല് 9. നീ ഞാൻ നോക്കട്ടെ, നോക്കിട്ട് പറയാല്ലേ എങ്ങനെ ഉണ്ടാവുന്ന്. എനിക്ക് പേടിയാവുന്ന കണ്ണാടിയിൽ നോക്കാം.
നോക്കട്ടെ കണ്ണാടി അവിടെ. നല്ല ഭംഗിയുണ്ട്. ലിപ്സ്റ്റിക് പിന്നെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ലാത്ത രീതി. അത് നല്ലോണം നീ ചെയ്തല്ലോ. ഇതില് ലിപ്സ്റ്റിക് നന്നായിട്ട് എനിക്ക് കുഴപ്പമില്ല. ഞാൻ ഇതിലും ഇതായിട്ടാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അത് നിക്ക് ഞാൻ പറയാത്. പിന്നെ ഫൗണ്ടേഷൻ നല്ലോണം ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ലൊരു ഫിനിഷ് വന്നിട്ടുണ്ട്. അതിനൊരു മാർക്ക് തരാം ഞാൻ. അതിനൊരു എത്ര മാർക്ക് വേണം? 5 മാർക്ക് തരാം. ലിപ്സ്റ്റിക്കിന് ഒരു മാർക്ക് തരാം ഞാൻ. കുഴപ്പമില്ല. കണ്ണിലേക്ക് ഞാൻ പോയി തരാം. കണ്ടോ, അവൻ വാലിട്ട് കണ്ണെഴുതാനാ ഉദ്ദേശിച്ചേ അല്ലേ? ഇതൊരു സ്മോക്കി ഐ ലുക്ക് ആണോ ഉദ്ദേശിച്ചേ? ഐഷാഡോ ഒക്കെ നല്ലോണം ഇട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇവിടൊക്കെ വാലാണ് വരച്ചത്. പക്ഷെ വന്നത് സ്മോക്കി ലുക്ക് ആയിട്ടാ വന്നത്. പൊട്ടൊന്നും പറയാനില്ല. നീ ഗോപി പൊട്ടാണോ ഉദ്ദേശിച്ചത്? അത് സിന്ദൂര്, അത് കല്യാണം കഴിച്ചവരെ ഇടുക. ഞാൻ കല്യാണം കഴിച്ചില്ല. ദൈവമേ. നിനക്ക് ചിറ്റമാരില് ആരെയാ ഇഷ്ടം? പോവാനൊന്നും പറ്റില്ല. പൊട്ടത് മതി. അതല്ല, ആ പൊട്ടില്ല ഇവിടെ. വീട്ടിൽ നിന്ന് എടുത്തോണ്ട് പോവാ, ഞാൻ ഇടാം. COVID-19 എടുക്കാൻ പറ്റൂല. ഓ, അപ്പൊ നീ എങ്ങനെ ഇങ്ങോട്ട് വന്നേ? അത് ഞാൻ പിന്നെ മാസ്ക് കെട്ടിട്ട്, മാസ്ക് ആണെങ്കിൽ കാണാനും ഇല്ല. മാസ്ക് വേണോ അല്ലേ? ശരിക്കും പറയാം, ലിപ്സ്റ്റിക്കിനൊരു 9 മാർക്ക് കിട്ടും. അയ്യടാ, ഫുൾ മാർക്ക് നിനക്ക് ഞാൻ തരാം. ടോട്ടൽ എത്ര വേണം നിനക്ക്? ഒരു 10-ല് 8. ആ, ഓക്കെ, അത് കുഴപ്പമില്ല. പ്രത്യേകിച്ച് ഞാൻ ഈ ഫൗണ്ടേഷൻ ഇട്ട് തന്നതിന് ഞാൻ ഓക്കെ, 8 മാർക്ക് ഓക്കെ. അപ്പൊ നിനക്ക് ചിറ്റമാരിൽ ആരെയാ ഇഷ്ടം? ഹന്ന ചിറ്റ തന്നെയാണോ ഇഷ്ടം? ചിറ്റ എന്ന് പറഞ്ഞാല് ഇവരെ ചേച്ചിമാരാണ്. വലിയ ചിറ്റ പേര് പറ. കണ്ടോ ഹന്ന, നിന്നെ ഇഷ്ടമല്ലെന്ന്. എനിക്ക് വേറെ കുട്ടികളൊക്കെ ലവിങ്. അപ്പൊ നിന്നെ വേണ്ടെന്ന്. ഓ, നിനക്ക് പപ്പനെയാണോ മമ്മേനെയാണോ ഇഷ്ടം? ബുദ്ധിമാൻ. എന്നെ ഇഷ്ടാണോ? എത്ര ഇഷ്ടമുണ്ട്? 100. അത് തരൂല. ഈ ഫോണ് വെച്ചിട്ടാണ് ഞാന് യൂട്യൂബ് നടന്നു പോകുന്നത്. നമ്മുടെ ചേട്ടന്മാരില് നിനക്ക് ആരെയാ ഇഷ്ടം? നമ്മുടെ കസിൻ ബ്രദേഴ്സ്. കേട്ടെ, എല്ലാരും കേട്ടു. നോബിച്ചേട്ടൻ, നോയൽ ചേട്ടൻ, ജൂഡ് ചേട്ടൻ ഇഷ്ടമല്ല. നോബി, നീ കേക്കുന്നുണ്ടോ? നോയലേട്ടൻ ഭയങ്കര ഇഷ്ടാ, പക്ഷെ ജൂഡേട്ടൻ മാത്രം ഇഷ്ടം. കുണ്ടിനെ കടിക്കൂ. യൂട്യൂബ് നിന്നെ തൂക്കി വെളിയിൽ. പിന്നെ ആരൊക്കെ ഇഷ്ടം? ഇഷ്ടമുള്ള ആൾക്കാരെ പറ. പിന്നെ 2 ജോമോൻ ചേട്ടന്മാരുണ്ട്. ജോജി ചേട്ടന്മാർ. ജോജി ചേട്ടൻ ഏത്? പിന്നെ ഒരാളും കൂടെ ഏതായിരുന്നു? ഇങ്ങനെ ഞാൻ റോട്ടിലേക്ക് ഇറങ്ങട്ടെ? ഇത് മാത്രം വായിച്ചിട്ടാണ്. ഇങ്ങനെ പോയാ എങ്ങനെ ഇരിക്കും? പൊട്ടും വായിച്ചോ. ഞാൻ റോട്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടിട്ടാണ് ഇതൊക്കെ
ടൗണിൽ പോവാണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു നിന്നെ കൊണ്ട് മേക്കപ്പ് ഒക്കെ ചെയ്യും, നീ നല്ലോണം മേക്കപ്പ് ഒക്കെ ചെയ്യില്ലേ, അപ്പൊ അതുകൊണ്ട് ഞാൻ ഇനി നിന്നെ കൊണ്ട് ചെയ്തിട്ട് പോവാന്നൊക്കെ വിചാരിച്ചതാ. ഇത് വെച്ചിട്ട് എനിക്ക് പോവാൻ പറ്റുമോ? പോട്ടെ, ഞാൻ പറയും ആരാ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ പറയും ടോമാണെന്ന് പറയട്ടെ. പറയും. ഇനിയിപ്പോ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് ഒക്കെ എങ്ങനെ പോണ് ടോമൻ? ഓൺലൈൻ ക്ലാസ് ഇപ്പൊ COVID-19 ആയപ്പോ ഓൺലൈൻ ക്ലാസ് ഇല്ലേ? സ്കൂളിൽ പോണല്ലേ ഫോണില് ക്ലാസ് ഇല്ലേ? ചില സമയത്ത് മാത്രമേ ഉള്ളൂ. നീ ക്ലാസ്സിൽ ഇരിക്കാനിട്ടല്ലേ? നീ നല്ലോണം പഠിക്കോ? കള്ളത്തിനും പറയല കളവി. നീ പഠിക്കില്ല? നീ പഠിക്കലാണോ ചിറ്റ പറയുന്നേ? അണ്ണാച്ചി പിന്നെ പഠിക്കില്ല. മറ്റേ പേര് പറയുന്നത് കേട്ടോ, യൂട്യൂബ് ദൂരെ കളയും നമ്മള്. അപ്പൊ വൈൻഡപ്പ് ചെയ്താലോ നമുക്ക്? എന്റെ ചെയ്യാം, വേറെ ഒന്നും ഇല്ലല്ലോ പറയാൻ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞേ. എന്റെ ന്യൂ ഇയർ മേക്കപ്പ് ആണ് കേട്ടോ അത്. എന്റെ ന്യൂ ഇയർ ഇനിയില്ല, ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കഴിഞ്ഞ് ഇനി ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ ഇതാണ് എന്റെ ന്യൂ ഇയർ മേക്കപ്പ് ലുക്ക്. ഇപ്പൊ ന്യൂ ഇയറിനാണ് നമ്മൾ ഇത് എടുക്കുന്നത് അല്ലേ? അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഒന്നുകൂടെ പറഞ്ഞേ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഈ വർഷം നന്നായിട്ട് വരട്ടെ എല്ലാവർക്കും. ഇനി കോവിഡിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? കോവിഡിനൊക്കെ നമുക്ക് COVID-19 വാക്സിൻ കണ്ടുപിടിച്ചിട്ട് നമ്മൾ COVID-19 താഴെങ്ങനെ ഒഴിക്കാം. താഴോട്ടേക്ക് ഒഴിക്കാം എയറോപ്ലെയിന്ന്. കൊറോണ പോട്ടല്ലേ? ഗോ കൊറോണ. ഗോ കൊറോണ. പിന്നെ നമ്മള് തല്ലിക്കൊല്ലും അല്ലേ? പിന്നെ ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പിന്നെ കമന്റ് ചെയ്ത് പറയണം ഇവനെ ഇഷ്ടപ്പെട്ടോ, അവന്റെ മേക്കപ്പ് എങ്ങനെ ഉണ്ടെന്ന് കമന്റ് ചെയ്ത് പറയണം കേട്ടോ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ.